വനിതാ ശിശുവികസന വകുപ്പിന്റെ മികച്ച കളക്ടർക്കുള്ള അംഗീകാരം ലഭിച്ച തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എറവ് അഞ്ചാങ്കല്ലിലുള്ള കളക്ടേഴ്സ് ഡ്രീം അംഗനവാടി സന്ദർശിച്ചു. കുട്ടികൾക്കൊപ്പം സന്തോഷം പങ്കിടാനായി മിഠായിയും കളിപ്പാട്ടങ്ങളും കൊണ്ടായിരുന്നു കളക്ടറുടെ വരവ്. 2 പതിറ്റാണ്ടോളം വിവിധ സ്ഥലങ്ങളിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടി അഞ്ചാങ്കല്ലിലുള്ള ഹരിതകുളത്തിന് സമീപം നിർമ്മാണം തുടങ്ങിയെങ്കിലും പ്രദേശവാസിയുടെ എതിർപ്പ് മൂലം കോടതി സ്റ്റേ നൽകുകയായിരുന്നു. മനക്കൊടിയിൽ വായിക്കാം പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി അംഗനവാടിയിലെത്തിയ കളക്ടറോട് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി വിവരങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ സ്ഥലം സന്ദർശിച്ച ശേഷം കളക്ടറുടെ ഇടപെടലിൽ പ്രതിസന്ധികൾ മറികടന്ന് അംഗനവാടി കെട്ടിടം പണി തീർത്ത് തുറക്കുകയായിരുന്നു. ALMC മീറ്റിംഗിൽ വെച്ചാണ് അംഗനവാടിക്ക് വേണ്ടി പ്രവർത്തിച്ച കളക്ടറുടെ പേര് എക്കാലവും ഓർമ്മിക്കാൻ കളക്ടേഴ്സ് ഡ്രീം എന്ന് നൽകാൻ തീരുമാനിച്ചത്. അംഗനവാടിയിൽ നന്ദി സൂചകമായി എത്തിയ കളക്ടറെ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ, വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ, ജനപ്രതിനിധികളായ CP പോൾ, CG സജീഷ്, KR ബാബുരാജ്, ICDS സൂപ്പർവൈസർ ശ്രീവിദ്യ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും തൻ്റെ പ്രവൃത്തികളെ കാലാകാലം ഓർമ്മിക്കും വിധം അടയാളപ്പെടുത്തിയ അംഗനവാടി കാണാനും കൂടിയാണ് എത്തിയതെന്നും കളക്ടർ പറഞ്ഞു. ആക്ച്വലി ജില്ലയിൽ നടന്ന നല്ലൊരു ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ് ഈ അവാർഡ് കിട്ടിയത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും പിന്നെ ICDS ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും അതിനേക്കാളും മേലെ നമ്മുടെ അംഗൻവാടി ടീച്ചർമാരും എല്ലാവരും കൂടെ ആയിട്ടുള്ള ജോയിൻ്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവർ അംഗീകാരം കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള രീതിയിൽ ഭൂമി ഇല്ലാത്ത അംഗൻവാടികൾക്ക് ഭൂമി കണ്ടെത്താനും പിന്നെ എന്തെങ്കിലും തടസ്സങ്ങളിൽ നിൽക്കുന്ന അംഗൻവാടികളുടെ വർക്ക് മെച്ചപ്പെടുത്താനുമായിട്ട് എല്ലാ മാസവും നമ്മൾ റിവ്യൂ നടത്തുമായിരുന്നു, എല്ലാ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് ചേർന്നിട്ട്. താലൂക്ക് തലത്തിൽ ഇതുമായിട്ട് പ്രത്യേക സെല്ലുകൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറമേ തന്നെ നമ്മൾ വായിക്കാം പിന്നെ കുട്ടികളുമായിട്ടുള്ള പല പ്രോഗ്രാംസും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷെ എന്നാലും നല്ലൊരു ഇൻ്റർവെൻഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിനായിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.